Good morning. Logic gates and circuits എന്ന ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ ഗേറ്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ ഗേറ്റിൽ ഓർ ഗേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ഒരു ലോജിക് ഗേറ്റ് ആണ്. രണ്ടോ അതിൽ കൂടുതലോ ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഒരു ലോജിക് ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ കേസിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എല്ലാ ഇൻപുട്ടും ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇതിനെ ആൻഡ് ഗേറ്റ് എന്നുള്ള വിളിക്കാനുള്ള കാരണം അത് തന്നെയാണ്. എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് കൊണ്ടാണ് ഇതിനെ ആൻഡ് ഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് യൂസിങ് ഡയോഡാണ്. താഴെ അതിൻ്റെ ട്രൂത്ത് ടേബിളും കാണിച്ചിട്ടുണ്ട്. എ ബി എന്നുള്ള 2 ഇൻപുട്ട് ആയതുകൊണ്ട് 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ട്രൂത്ത് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻപുട്ടും ലോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. ഒരു ഇൻപുട്ട് ലോ ഒരു ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. ആദ്യത്തെ ഇൻപുട്ട് ഹൈയും രണ്ടാമത്തെ ഇൻപുട്ട് ലോ ആവുന്ന സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. 2 ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി അതിൻ്റെ ഓപ്പറേഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇവിടുത്തെ ഫിഗറിൽ 2 സപ്ലൈകളുണ്ട്. ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഈ സപ്ലൈയുടെ പോസിറ്റീവ് 1ഉം നെഗറ്റീവ് 0 ആയിട്ട് ലോജിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇൻപുട്ടിൽ 1ഉം 0ഉം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കേസ് എയും ബിയും ഗ്രൗണ്ട് ചെയ്യുന്നു. 0 ആണ്, അത് ഗ്രൗണ്ട് ചെയ്യുന്നു. എയും ബിയും ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, എയും ബിയും ഗ്രൗണ്ടഡ് ആണ്. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഫോർവേഡ് ബയാസ്ഡ് ആവുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടേക്ക് ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അതായത് ഫുൾ ചാർജ് ഇതിലൂടെ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവിടെ വൈയുടെ എക്രോസ് എന്തുണ്ടാവില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. കാരണം ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉണ്ടാവുന്ന ഇവിടെ കറണ്ട് വളരെ, ഈ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ 5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയാ,
ലോജിക് 1 ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ലോജിക് 0 ആയിരിക്കും. അപ്പോൾ ബൈനറിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാം. നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി അതേപോലെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ എ ഈക്വൽ ടു 0, ബി is equal to 1. ഫിഗറിൽ നോക്കാം. എ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം, ബി പ്ലസിലേക്ക് കണക്ട് ചെയ്യണം. ബി പ്ലസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, എ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തതുകൊണ്ട് ഇവിടെ D2 എന്നുള്ളത് നോൺ കണ്ടക്ടിങ് ആയിരിക്കും, D1 കണ്ടക്ടിങ് ആയിരിക്കും. D1 കണ്ടക്ടിങ് ആവുന്നത് കൊണ്ട് ഇതിലൂടെയുള്ള വോൾട്ടേജ് ഗ്രൗണ്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് y must be equal to 0 ആയിരിക്കും. ബൈനറി ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? a is equal to 0, b is equal to 1, y is equal to 0. ട്രൂത്ത് ടേബിളിലെ രണ്ടാമത്തെ എൻട്രി. മൂന്നാമത്തെ കേസിൽ എ പ്ലസിലേക്ക് പോസിറ്റീവ് ടെർമിനലിലേക്കും ബി ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തു. ആ സമയത്ത് D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യില്ല. D2 കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ക്രോസ് വോൾട്ടേജ് കുറവായിരിക്കും, വോൾട്ടേജ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആയിരിക്കും. ബൈനറി ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? a is equal to 1, b is equal to 0, y is equal to 0. നാലാമത്തെ കേസിൽ എയും ബിയും പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും കണ്ടക്ട് ചെയ്യില്ല. രണ്ടും കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇതിന്റെ ക്രോസ് 5 വോൾട്ടേജ് ഉണ്ടായിരിക്കും. പാരലിന്റെ ക്രോസ് 5 വോൾട്ടേജ് ആയിരിക്കും. then it is high. അപ്പൊ നമുക്ക് ട്രൂത്ത് ടേബിളിന് കാണാൻ പറ്റുന്നത് രണ്ട് ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ടും ലോ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിന്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്. ഒരു ആൻഡ് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ y is equal to a and b. a ഒരു ഇൻറ്റു ഇടുന്ന പോലെ ഡോട്ടാണ് ഇടുക, പക്ഷെ അത് ഇൻറ്റു അല്ല, ഡോട്ടും ഒന്നുമല്ല. ഇത് റീഡ് ചെയ്യുക, y is equal to a and b. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം ഈ രൂപത്തിൽ നമുക്ക് കാണിക്കാം. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ എഴുതാം: 0 and with 0 equal 0, 0 ANDed with 1
equal to 0, 1 ANDed with 0 equal to 0, 1 ANDed with 1 is equal to 1. അതായത് ഇതിൽ നമുക്ക് സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 3 ആക്കിയിട്ട് എഴുതാം. 0 ANDed with 0 equal to 0, 0 ANDed with 1 equal to 0, and 1 ANDed with 1 is equal to 1. ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് IC ആണ് കാണിച്ചിരിക്കുന്ന ഫിഗറിൽ. ICയുടെ നമ്പർ 7408 ആണ്. ICയുടെ നമ്പറുകളൊക്കെ ശ്രദ്ധിക്കണം, ലാബിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതിലും 4 ആൻഡ് ഗേറ്റുകളാണുള്ളത്. ഇവിടെയും 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റുകളാണ്. ഇവിടെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്ലസ് VCC 14ാമത്തെ പിന്നിലും ഗ്രൗണ്ട് 7ാമത്തെ പിന്നിലും കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് വർക്ക് ചെയ്യുക. 1, 2 എന്നുള്ള ഇൻപുട്ടിലേക്ക് പിന്നിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3ൽ നമുക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അതേപോലെ 4, 5ൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6ൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇവിടെയുള്ള മുകളിലുള്ള ഗേറ്റുകൾ തിരിച്ചാണ്. 9ലും 10ലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8ൽ ഔട്ട്പുട്ട് കിട്ടും. 12ലും 13ലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 11ൽ ഔട്ട്പുട്ട് കിട്ടും. ഒരു ആൻഡ് ഗേറ്റിന്റെ ടൈമിംഗ് ഡയഗ്രാമാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. പിൻ 1, 2ല് ഇൻപുട്ട്, പിൻ 3ല് ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ R2 ടേബിളിനെ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, A ഇവിടെ വാരി ചെയ്യുന്നത് ആദ്യം 2 0 പിന്നെ 2 1. B alternate zeros and ones. Y ആദ്യത്തെ 3ല് 0 പിന്നെ ഹൈ. ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 zeros 1 പിന്നെ 3 zeros 1 ആ രൂപത്തിലാണ് വൈയുടെ വാരിയേഷൻ ഉണ്ടാവുക. ഇവിടെ ഫിഗറിൽ നോക്കുക, A വാരി ചെയ്യുന്നത് ആദ്യം 2 ലോ പിന്നെ 2 കള്ളിയിൽ ഹൈ പിന്നെ ലോ പിന്നെ 2 ഹൈ പിന്നെ ലോ. B വാരി ചെയ്യുന്നത് ആദ്യം ലോ പിന്നെ ഹൈ, അടുത്തതിൽ ലോ, അടുത്തതിൽ ഹൈ, അടുത്തതിൽ ലോ, അടുത്തതിൽ ഹൈ, ആ രൂപത്തിൽ വാരി ചെയ്തു പോകുന്നു. Y നോക്കുക, ആദ്യത്തെ 3 0, അടുത്തതിൽ ഹൈ ആയി, പിന്നെ 3 0 പിന്നെ ഹൈ ആയി പിന്നെ 0. ഇനി നമുക്ക് അതിലെ ഓരോ കേസസ് നോക്കാം. ഫസ്റ്റ് കേസിൽ A equal to 0, B equal to 0, Y equal to 0. ആദ്യത്തേത് ഓക്കെ ആണ്. രണ്ടാമത്തെ നോക്കുക, B is equal to A is equal to 0, B is equal to 1 and Y is equal to 0. രണ്ടാമത്തേത് ഓക്കെ ആണ്. മൂന്നാമത്തേത് A equal to 1, B is equal to 0 and Y is equal to also 0. നാലാമത്തേൽ A equal to 1, B is equal to 1, ആ കേസിൽ Y is equal to 1. അടുത്തത് വീണ്ടും A equal to 0, B is equal to 0, Y is equal to 0, A is equal to 0, B is equal to 1, Y is equal to 0, A is equal to 1, B is equal to 0, Y is equal to 0, A equal to 1, B equal to 1, Y is equal to 1. അത് റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്.
അടുത്തത് ആൻഡ് ഗേറ്റിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫിഗറിൽ കാണുന്നത് ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് നമുക്ക് അറിയാൻ വേണ്ടി LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ 0 1 എന്നുള്ള ലോജിക്ക് കൊടുക്കാനുള്ള പ്രൊവിഷനാണ്. അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. രണ്ടിനെ നമുക്ക് 0 1 ആക്കി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി നമ്മൾ രണ്ടിനും 0 ആക്കി കൊടുക്കുന്നു. ഔട്ട്പുട്ട് ടൈമിംഗ് ഡയഗ്രാം മുകളിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ആദ്യത്തെ കേസ് രണ്ടും 0 ആക്കി. രണ്ടും 0 ആക്കി കഴിഞ്ഞാൽ രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന് ക്രോസ് വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് LED ഗ്ലോ ചെയ്യുന്നില്ല. അടുത്തത് B എന്നുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ 1 ആക്കി. B 1 ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കണ്ടക്ഷൻ ഇല്ല. ഒന്നുകൂടി നോക്കുക. 0 0 ആയിരുന്ന സമയത്ത് D1ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. LED ഗ്ലോ ചെയ്യുന്നില്ല. ഇനി ഇവിടെ നമ്മൾ B എന്നുള്ളത് 1 ആക്കിയ സമയത്ത് D2 നോൺ കണ്ടക്റ്റിംഗ് ആണ്, പക്ഷെ D1 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോഴും 0 തന്നെയാണ്. ഇനി നമ്മൾ അടുത്തത് 1 0 ആണ്. A1ഉം B0. ആ സമയത്ത് നോക്കുക, D1 നോൺ കണ്ടക്റ്റിംഗ് ആണ്, D2 കണ്ടക്ട് ചെയ്യുന്നു. ആ സമയത്തും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല. അടുത്ത കേസ് രണ്ടും 1 ആവുന്നു. ആ 1 ആവുന്ന സമയത്ത് D1ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്നില്ല. ഏത് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ? ഇവിടെ ഇത് രണ്ടും കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് ഇതിലൂടെ, അതായത് LED കറണ്ട് പാസ് ചെയ്യുന്നു. LED ഗ്ലോ ചെയ്യുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി ചെയ്യുന്നു. ഇനീഷ്യലി 0 0. രണ്ട് ഡയോഡും ഇവിടെ കാണുന്നുണ്ടല്ലോ, രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ക്രോസ് ഇതിൽ ഫ്ലോ ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ നടക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഗ്ലോ ചെയ്യുന്നില്ല. അടുത്ത കേസിൽ ഇതിനെ 1 ആക്കി. ഇത് 1 ആക്കിയ സമയത്ത് ഇത് കണ്ടക്ട് ചെയ്യില്ല, കാരണം ഇവിടെ അതിൻ്റെ അടുത്ത വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ഇപ്പം ഇതെന്തായി? റിവേഴ്സ് ബയാസ്ഡ് ആയി. അതുകൊണ്ട് കണ്ടക്ട് ചെയ്യില്ല. റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞതുകൊണ്ട് D2 കണ്ടക്ട് ചെയ്യുന്നില്ല, D1 കണ്ടക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ഫ്രീ പാത്ത് ഇതിലൂടെ കിട്ടിയത് കൊണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യില്ല. അതുകൊണ്ട് LED ഗ്ലോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ആദ്യം 0 0ക്ക് ഔട്ട്പുട്ട് 0 ആണ്. അടുത്തത് 0 1നും ഔട്ട്പുട്ട് 0 ആണ്. അടുത്തത് നമ്മൾ 1 0. 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A നമ്മൾ 1 ആക്കി, B 0 ആക്കി. ആ സമയത്ത് D1 എന്നുള്ള ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല, D2 എന്നുള്ള ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോഴും ഇതിലൂടെ കണ്ടക്ഷൻ ഇല്ല. ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഈക്വൽ ടു 0. ലാസ്റ്റ് കേസിൽ രണ്ടും 1 ആക്കി. ഈ രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് LED കറണ്ട് ഫ്ലോ നടക്കുന്നു. LED ഗ്ലോ ചെയ്തു. 1 1 1. അപ്പം നമ്മളുടെ ഔട്ട്പുട്ട് നമുക്ക് 1 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്തു.
നോട്ട് ഗേറ്റ്, അല്ലെങ്കിൽ അതിനെ ഇൻവെർട്ടർ എന്നും പറയാറുണ്ട്. ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമുക്കൊരു നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. നോട്ട് ഗേറ്റിന് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോജിക് ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ്. ഇതിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും. ബാക്കി ഗേറ്റുകൾക്കൊക്കെ മോർ ദാൻ വരാം, പക്ഷെ ഇവിടെ നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും. ഒരു ഇൻവെർട്ടർ ഗേറ്റ് എന്ന് പേര് വരാനുള്ള, നോട്ട് ഗേറ്റിന് ഇൻവെർട്ടർ ഗേറ്റ് എന്നുള്ള പേര് വരാനുള്ള കാരണം അത് എപ്പോഴും കൊടുക്കുന്ന ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്യുന്നു. നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ചെയ്യും. 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അത് ഔട്ട്പുട്ട് എപ്പോഴും ഇൻപുട്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബൈനറിയുടെ ലാംഗ്വേജിലാണെങ്കിൽ കോംപ്ലിമെന്റ് ആയിരിക്കും, ഫ്ലിപ്പ് ചെയ്യും. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു നോട്ട് ഗേറ്റ് ആണ്. ഇവിടെ ഇൻപുട്ട് എ ആയിട്ടും ഔട്ട്പുട്ട് വൈ ആയിട്ടും നമ്മൾ കാണിക്കുന്നു. ഇനി ഒരു ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഓഫ് എന്ന ഓപ്പറേഷനാണ് സ്വിച്ചിങ് സർക്യൂട്ടായി അതിനെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൽ ഇവിടെ കളക്ടറിൽ ഒരു റെസിസ്റ്റൻസും ബേസിൽ ഒരു റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. കളക്ടറിൽ ഒരു പ്ലസ് വി എന്നുള്ള വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എ എന്നുള്ള ഭാഗം, അതായത് ബേസിലുള്ള റെസിസ്റ്റൻസിനെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദി Q1, അതായത് ഈ ട്രാൻസിസ്റ്റർ അതിൻ്റെ ബേസ് മോർ നെഗറ്റീവായിട്ട് മാറും. അതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കട്ട് ഓഫ് ആയിരിക്കും. കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് ഉണ്ടാവില്ല. കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ്, കളക്ടർ കറണ്ട് ഇല്ല എങ്കിൽ ഈ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ, കാരണം കട്ട് ഓഫിൻ്റെ സമയത്ത് VCE, കാരണം ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് VCCക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്ലസ് VCC തന്നെ ആയിരിക്കും ഇതിൻ്റെ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ്, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ്. നമ്മളപ്പോൾ എത്രയാവും കൊടുക്കുന്നത്? 5 വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ 5 വോൾട്ടേജ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അതായത് എ എന്നുള്ളത് 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്തായി? ഔട്ട്പുട്ട് 1 ആയി. അപ്പോൾ ബൈനറി ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാം? A is equal to 0, Y is equal to 1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാണ്. ഇവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യും. കളക്ടർ കറണ്ട് വളരെ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലൂടെയുള്ള കറണ്ട് കൂടുതലായി കഴിഞ്ഞാൽ RL ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. RLന്റെ അക്രോസ് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VCയുടെ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് വളരെ കൂടുതൽ, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പ്ലസ് V എന്നുള്ള വോൾട്ടേജ് എത്രയാണോ അത്ര വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അപ്രോക്സിമേറ്റ്ലി Y എന്നുള്ള ഭാഗത്ത് 0 വോൾട്ടേജ് ആയിരിക്കും. അപ്പം നമ്മൾ ഇൻപുട്ട് ഹൈ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ബൈനറി ടേംസിൽ നമുക്ക്
എങ്ങനെ എഴുതാം? a is equal to 1, then y is equal to output is equal to 0. ഈ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇൻപുട്ടിനെ കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യുന്നു? ഇൻവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ഫ്ലിപ്പ് ചെയ്യുന്നു. 0 കൊടുത്തു 1 ആയി, 1 കൊടുത്തു അതിനെ 0 ആക്കി. ഇനി ഇതിന്റെ ലോജിക് സിമ്പൽ, അതായത് നോട്ട് ഗേറ്റിന്റെ ലോജിക് സിമ്പൽ ശ്രദ്ധിക്കുക. ഇതാണ്. ഇവിടെ അതിന്റെ എൻഡിലായിട്ട് ഒരു ചെറിയൊരു 0 ഉണ്ടായിരിക്കും. ആ ഒരു സ്മോൾ ബബിള് കാണിക്കുന്നത് ഇൻവേർഷനെയാണ് കാണിക്കുന്നത്. അതായത് നോട്ട് ഗേറ്റിന് ഇവിടെ ഒരു ബബിൾ ഉണ്ടായിരിക്കും. ഇനി ഇൻവേർഷൻ പ്രോസസ്സ് വരുന്ന എല്ലാ ഗേറ്റുകളിലും വേറെ എന്തെങ്കിലും പ്രോസസ്സിന്റെ കൂടെ ഇൻവേർഷനും കൂടെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ ഗേറ്റുകളിലൊക്കെ ബബിൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നെഗേഷൻ അല്ലെങ്കിൽ കോംപ്ലിമെന്റിങ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്ന ഗേറ്റുകളിലൊക്കെ അതിന്റെ സിമ്പലിൽ ഈ സ്മോൾ ബബിള് കാണും. ഇനി ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ വായിക്കുക. y is equal to a bar. ആ ബാർ നിട്ട് കഴിഞ്ഞാലാണ് അതെന്ത് കാണിക്കുന്നു? ഇൻവേർഷനെ കാണിക്കുന്നു. ഇത് വായിക്കുന്നത് y is equal to a bar. നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാറുണ്ട്, പക്ഷെ എന്നാൽ ചില ബുക്കുകളിൽ ഡാഷ് ഉപയോഗിച്ചും എഴുതാറുണ്ട്. എ ഡാഷ്, y is equal to a ബാറിന് പകരം y is equal to a ടൈപ്പിംഗ് സൗകര്യത്തിന് എ ഡാഷും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഇതാണ്, y is equal to a bar. ഫിഗറിൽ കാണിക്കുന്നത് നോട്ട് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IC ആണ്. ഇവിടെ 14 പിൻ IC തന്നെയാണ്, പക്ഷെ ഇവിടെ 6 നോട്ട് ഗേറ്റുകൾ ഉണ്ട്. കാരണം ഒരു 14 പിൻ ICയിൽ പ്ലസ് VCCയും ഗ്രൗണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ 12 പിന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോട്ട് ഗേറ്റ് ആയതുകൊണ്ട് 2 പിന്ന്, ഒരു പിന്ന് ഇൻപുട്ടിനും ഒരു പിന്ന് ഔട്ട്പുട്ടിനും ആയതുകൊണ്ട് ഇതിൽ 6 നോട്ട് ഗേറ്റുകൾ ഉണ്ട്. ഇതും ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ +5 വോൾട്ട് 14 എന്നുള്ള പിന്നിലും 7 എന്നുള്ള പിന്നിൽ ഗ്രൗണ്ടും കണക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1ൽ ഇൻവേർട്ട് ചെയ്യേണ്ട സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവേർട്ട് ചെയ്തിട്ടുള്ള സിഗ്നൽ 2ൽ ഒബ്റ്റെയിൻ ചെയ്യും. ബാക്കിയൊക്കെ ഒന്നും കണക്ട് ചെയ്യണമെന്നില്ല. ഈ സൈഡിൽ കാണിക്കുന്നത് നോട്ട് ഗേറ്റിന്റെ ടൈമിംഗ് ഡയഗ്രാമാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം പിൻ 1ൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടും അതിന്റെ നേരെ നെഗേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇപ്പൊ 1 ആണ്, ഇപ്പൊ ഇവിടെ 0 ആണ്, 1 ആയി, 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0. ഈ രൂപത്തിൽ ഇവിടെ നെഗേഷൻ ചെയ്യും. ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള നോട്ട് ഗേറ്റ്
എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ഇൻപുട്ട് 1 ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ട് നോക്കുക. ബേസിൽ ഒരു റെസിസ്റ്റൻസ്, കളക്ടറിൽ ഒരു റെസിസ്റ്റൻസ്, കളക്ടറിലൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, VCC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ടറിൽ നിന്ന് ഒരു LED ഒരു റെസിസ്റ്റൻസ് വഴി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 0, 1 എന്നുള്ളത് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ 1 ആണ് ഇൻപുട്ട് കൊടുത്തത്. ആ സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? നമുക്കറിയാം, ലോ ആയിരിക്കും. കാരണം ഹൈ കറണ്ട്, കറണ്ട് കൂടുതലാവുകൊണ്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഹൈ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നു. ഇതിനെ ക്രോസ് വോൾട്ടേജ് വളരെ കുറവായിരിക്കും. കറണ്ട് ഒന്നും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇവിടുത്തെ 0 ആക്കാണ്. 0 ആക്കുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ എന്തായി? കട്ട് ഓഫ് ആയി. അതിലൂടെ കറണ്ട് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡയോഡിലൂടെയാണ്. ഡയോഡിൻ്റെ ക്രോസ് ഒരു ഹൈ വോൾട്ടേജ് കിട്ടും. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1, 1ന് കറസ്പോണ്ടിങ് 0. നോട്ട് ഗേറ്റ് ആണ്. 1ൻ്റെ കോംപ്ലിമെന്റ് 0, 0ൻ്റെ കോംപ്ലിമെന്റ് 1. ഇപ്പം നോട്ട് ഗേറ്റ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ട്രാൻസിസ്റ്ററിൻ്റെ കട്ട് ഓഫ് എന്ന പ്രോസസ്സ്, അത് ഓപ്പറേഷനാണ് സ്വിച്ചിങ് സർക്യൂട്ടായി അതിനെ വർക്ക് ചെയ്യിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കട്ട് ഓഫും സാച്ചുറേഷനും ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. സ്വിച്ചിങ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ്റെ ഇടയിലാണ് സ്വിച്ചിങ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുക. അതല്ലാത്ത റീജിയനെ നമ്മൾ ആക്റ്റീവ് റീജിയൻ ആയിട്ടാണ് നമ്മൾ പറയുക. നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള നോട്ട് ഗേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടു. ബേസിക് ഗേറ്റിൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഗേറ്റിലെ 3 ഗേറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ലോജിക് ഗേറ്റ്സ് ആയിരിക്കും. അത് ഈ ചാപ്റ്റർ ആയിരിക്കും. ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും, അടുത്തുള്ള ഭാഗങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. നമുക്ക് അടുത്ത ഭാഗത്ത് അടുത്ത ഗേറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫണ്ടമെന്റൽ ഗേറ്റുകളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.